വേഗം വാ. എവിടെ തീരെ വയ്യാതിരിക്കാം. നന്നായിട്ടുണ്ട്. അതെ, ആദ്യമായിട്ടാണ് ഇത്ര നന്നായിട്ട് സല്യൂട്ട് അടിക്കുന്നത്. ഒതുക്കാനും വയ്യിരിക്കാനും ഞാൻ പിടിക്കട്ടെ സാർ. സാറ് പറഞ്ഞ പോലെ ഈ മൊയ്തുമരക്കാരുടെ ക്ലിനിക്ക് പോയിരുന്നു ഞാൻ. അത് പൂട്ടിയിട്ട് ആള് പോയിരിക്കുന്നു. അവൻ പോവും, അവൻ വ്യാജന, അവനെ പൊക്കണം നമുക്ക്. ഇനിയിപ്പോ ആശുപത്രിക്ക് തന്നെ പോവുക. ഇനിയിപ്പോ ആരെങ്കിലും അറിഞ്ഞില്ലെങ്കിൽ എന്ത്? അല്ല, എന്നെ അറിയാത്തവരായിട്ട് ആരുമില്ല, എല്ലാവരും അറിഞ്ഞിരിക്കണം. ഞാൻ അന്നേ പറഞ്ഞത് ആശുപത്രിയിൽ പോവാന്ന്. ഓരോ പരീക്ഷണം നിന്നിട്ട് ഈ നിലയും വിളിയും കാരണം ഞാൻ ആരും അറിയാത്തില്ല. പോവാ. മുണ്ടൊന്ന് മാറ്റണ്ടേ? എന്തപ്പോ നേരെ നിക്കാൻ വയ്യ, ഇനി മുണ്ടൊക്കെ തന്നെ മതി, നടക്ക്. അല്ല, SI സത്യശീല ഈ പരുവത്തിൽ വരുന്ന ആളുകൾ കണ്ടു കഴിഞ്ഞാലേ പിന്നെ പതുക്കെ പതുക്കെ. അതൊക്കെ കൈ കുത്തിയിട്ടേ എങ്ങനെ ഇരിക്കും? അതാണ് ഇപ്പൊ ഞാൻ നോക്കണേ. മെല്ലെ അങ്ങനെ ഇരുന്നിട്ട് ഒരു സ്വല്പം സ്വല്പേ ഇങ്ങനെ എങ്ങനെ സൗകര്യച്ച ഈ കാലം ആദ്യം കേട്ടിട്ട് ഇങ്ങോട്ട് തിരിയാൻ പറ്റുമോ നോക്കൂ. ഇങ്ങനെ ഇങ്ങോട്ട് അല്ലാതെ ഇപ്പൊ പോണ്ടപ്പോ എന്തായാലും സാരമില്ല. അതൊക്കെ കാല് പൊക്കാൻ പറ്റില്ല. എന്തായാലും വേദന എടുക്കും, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുക. അങ്ങോട്ട് ഇരിക്കും. വണ്ടി വിട്ടോ. ഒന്നുമില്ല സാറേ, വേമിട്ട് വേമിട്ട്. ഇതിപ്പോ എന്താ പേരെന്ന് പറഞ്ഞ? മണ്ടോതിരി. ഇദ്ദേഹത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വേദന കുറയാനുള്ളൊരു ഇഞ്ചക്ഷൻ കൊടുത്തുകൊണ്ടാണ് ഇപ്പൊ ആളിങ്ങനെ നിൽക്കണേ. വളരെ മോശാവസ്ഥയാണ്. ഇപ്പൊ നല്ല കുറവുണ്ട് സാറേ. അല്ല, അതുണ്ടാവും. അതിപ്പോ അതിന്റെ ഡോസ് ഇറങ്ങുമ്പോൾ അതിന്റെ അവസ്ഥ മാറും. ഇത് ഇങ്ങനെ ഒരു ഒരു പരുവത്തിലേക്ക് എത്തിക്കാൻ എന്തിനാ നിങ്ങൾ ഇത്രയും വെയിറ്റ് ചെയ്ത്? അതെനിക്ക് മനസ്സിലാവാത്തത്. എന്തിനാ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ആളെത്തിച്ചത്? ഇതിന് ഡോക്ടർമാരാരും കാണിച്ചില്ലേ ഇതിന് മുമ്പ്? ഞാൻ ഏട്ടനോട് എപ്പോ തൊട്ട് പറയണമെന്നറിയാമോ ഹോസ്പിറ്റലിൽ പോവാന്ന്. എന്നിട്ട് എന്താ? പേടിയാണ്. എന്തിനാ ഭയപ്പെടുന്നത്? എന്താ? സത്യം പറഞ്ഞാൽ നാണക്കേടുണ്ടാ സാർ ഇത് ഹോസ്പിറ്റലൊന്നും കാണിക്കാത്തത്. അതെന്തിനാ നാണക്കേട്? അത് ഈ SI സാറിന് മൂലക്കൂരാണെന്ന് നാട്ടുകാരറിഞ്ഞാൽ കളിയാക്കും. നിങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയ പിന്നെ സാധാരണക്കാരുടെ അവസ്ഥ എന്താ? ഇപ്പൊ നമുക്ക് കണ്ണിനൊരു അസുഖം, അത് ഡോക്ടറെ പോയി കാണിക്കാറില്ലേ? പല്ലിന് അസുഖം വന്ന് കാണിക്കാറില്ലേ? ചെവിക്ക് അസുഖം വന്ന് കാണിക്കാറില്ലേ? ഇത് ശരീരത്തിൽ അതുപോലുള്ള ഒരു അവയവല്ലേ, എന്താ അങ്ങനെ കാണാത്തത്? ഇതിപ്പോ നിങ്ങൾ ഈ കൊണ്ട് നടന്ന് വെച്ച് നീട്ടി അവസാനം മൂലം പൂരാടായ അവസ്ഥയാ. സാറേ, അത് ചതയാവണതിന്റെ മുമ്പ് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ആളുടെ തമാശയൊക്കെ കൊള്ളാം, പക്ഷെ ഇത് നിങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ഒരു കാര്യമല്ല കേട്ടോ. ഇത് മൊയ്തുമരക്കാരെന്ന് പറഞ്ഞ ഒരാളെയാണ് കാണിച്ചത്. അതിന്റെ ശേഷമാണ് മൊയ്തുമരക്കാരെന്ന് പറഞ്ഞൊരു വേദന ഇല്ലാതെ തട്ടിപ്പ്. നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇത്തരം വ്യാജന്മാരുടെ അടുത്ത് ചെന്ന് പെടുന്നതിന് മുൻപ് ഒന്ന് അന്വേഷിക്കണ്ടേ? ഇപ്പൊ എന്താ ഓപ്പറേഷൻ ചെയ്യേണ്ട അവസ്ഥ? പറ്റിപ്പോയി സാറേ, ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സാറൊരു SI അല്ലേ? താങ്കൾക്കൊക്കെ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സാധാരണക്കാരുടെ അവസ്ഥ എന്താ? പൊതുവെ ഏത് വ്യാജന്മാർക്കും തഴച്ചു വളരാൻ നല്ല വളക്കൂറുള്ള മണ്ണാണ് നമ്മുടെ നാട്. അതൊന്ന് ചോദ്യം ചെയ്യാനോ നിയന്ത്രിക്കാനോ ഒരുത്തനുമില്ല ഇവിടെ. അതുകൊണ്ട് അവനവന് സൂക്ഷിക്കുക.